ഒരു കാര്യം ചെയ്യാം. കനകാന്റിയെ കൊണ്ട് നല്ല ആടിപ്പൊളി മീൻ കുളമ്പം ഉണ്ടായിപ്പിക്കാം. എന്താ പറയുന്നേ? കനകാന്റിയെ കൊണ്ടാ? കനകാന്റിയെ കൊണ്ടുണ്ടാക്കിച്ചാ അത് തമിഴ്നാട് സ്റ്റൈലേ പോലെ. നമുക്ക് നല്ല നാടൻ സ്റ്റൈലേ മീൻ കറി. നമുക്ക് കാര്യം ചെയ്യാം. കനകാന്റിയെ കൊണ്ട് തമിഴ്നാട് നാടൻ സൈഡിലുള്ള മീൻ കുളമ്പ് അത് വെപ്പിക്കാം. അത് സൂപ്പർ ആയിരിക്കില്ലേ? കേരള നാടൻ എന്ന് പറഞ്ഞാൽ കേരള നാടായി. ഓ ശരി, വെക്കാവടേ. അല്ല കൊടമ്പുളിയൊക്കെ ഇട്ട് വെച്ചാണ്ടല്ലോ അല്ല സ്വയംഭരായിട്ടിരിക്കും. മപ്പൊന്നിരിക്കും അല്ലേടേ? എന്തല്ലേ തന്നെ കനകാന്റി കണ്ടത് അല്ല പെട്ടക്കണ സാധനം പടച്ച വെള്ളം തിറങ്ങി. ഇത് വലിയ മീനാണല്ലോ. മുമ്പോയി ഈ വലിയ മീനിനെ കൊണ്ടുപോയിട്ട് നല്ല നാടൻ സ്റ്റൈലില് കോട്ടംപുളിയൊക്കെ ഇട്ട് ഇങ്ങോട്ട് വെയ്യങ്ങോട്ട്. ആര് വെക്കും? അമ്മൂമ്മ വെക്കും. രണ്ടുപേരൂടെ അങ്ങ് വെച്ചാ മതി. എനിക്ക് വയ്യ. അന്തരമ്മൂമ്മ അങ്ങനെ പറഞ്ഞപ്പോ നമ്മളെന്തരും? എന്നെ കൊണ്ട് വയ്യ വെക്കാന്. ഇത് ഒരുപാട് മീനുണ്ടല്ലോ. രാവിലെ തൊട്ട് ചൂണ്ടിടാൻ പോയിട്ട് ഇതിനെയാ കിട്ടിയത്? വേറെ കൊറേയൊക്കെ കിട്ടി. ചെറിയ മീനായോണ്ട് തിരിച്ചു വിട്ട് പാവം തോന്നിട്ട്. മാത്രല്ല ചേച്ചി, എന്തെന്ന് മനസ്സിലാവുന്നില്ല. മീനൊക്കെ പണ്ടത്തെ പോലെ ചൂണ്ടയിലേക്ക് കുരുക്കാനായിട്ട് ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല. ഇഗ്നോർ ആക്കി വിടുന്നെ. മീനൊക്കെ ബുദ്ധി വെച്ചാണ്. തമാശയാണോ കേട്ടെ? ഒന്നും കൂടെ ഒന്ന് പറയോ ചിരിക്കാനായിട്ട് പ്ലീസ്. ഒന്നും കൂടെ ഒന്ന് പറ പ്ലീസ്. കളിയാക്കല്ലേ? ഓ ചേച്ചി അപ്പൊ എങ്ങനെ? എന്തെങ്ങനാന്ന്? വെട്ടി പീസാക്കി കറി വെക്കല്ലേ? പോടാവിടെ എന്നെ കൊണ്ടൊന്നും പയ്യ വെട്ടി വൃത്തിയാക്കി കറി വെക്കാനൊന്നും. ചേച്ചി കറി വെക്കാതെ പിന്നെ വേറെ ആര്? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. നീ വെട്ടി വൃത്തിയാക്കിത്താ, കറി ഞാൻ വെക്കാം. ഞാൻ ആദ്യമേ അത് പറഞ്ഞു. കേശു എന്തെങ്കിലും വെട്ടാൻ കൊടുക്ക്. ചേച്ചി കറി വെച്ചങ്ങ് തള്ളും അല്ലേ ചേച്ചി? അതെ, അങ്ങ് വെട്ടിമുറിച്ച് കൊടുക്കും. ഞാൻ വെല്ലം പിടിച്ചാൻ പറയും. മീൻ പിടിക്കാൻ ഞാൻ, മീൻ വെട്ടി പീസാക്കി തരാൻ ഞാൻ. നമ്മുടെ കറിയും കൂടെ ഞാനങ്ങ് വെക്കാം. കേശു ഞാൻ വെച്ച് കൊടുക്കേ വാ. വേണ്ട കനകാന്റി, തമിഴ്നാട് സ്റ്റൈലായി പോകും. എനിക്കിപ്പോ അത് കഴിക്കാൻ ഒരു മൂടില്ല. ഉണ്ടാ എനിക്ക് കേരള സ്റ്റൈലിൽ നല്ല വെക്ക തെരിയും. വേണ്ട ചേച്ചി വൈ, ഞാൻ കറി പീസാക്കി തരാം. ആയിക്കോട്ടെ, വൃത്തിയാക്കി കൊണ്ടുപോവാ, ഞാൻ കറി വെച്ച് തരാം. എടാ പോണോ അടിയും കുത്തി? എടാ പോണ്. ഞാനേ ഇത്ര നേരം നമ്മൾ മീൻ പിടിച്ചിട്ട് വല്ലാത്തൊരു ഉഷ്ണം. പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. നീ മീനിലേക്ക് കത്തെടുത്ത് ഇങ്ങനെ ഒരാഴ്ച വെട്ടുമ്പോഴത്തേക്കും ഞാൻ എത്തും. ശിവയാണ് പറയുന്നത് കേട്ടാ. മക്കളെ ഇത് പിടി. നീ എവിടെ മീൻ പിടിച്ച്? ഞാൻ സപ്പോർട്ട് ചെയ്തു. എനിക്ക് പ്രഷർ ഉണ്ട്. വോട്ട് ദിസ്. ഞാൻ പോട്ട്. ചേട്ടാ ഈ മീൻ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യണേ. ഇതിലും ചെറുതായിട്ടോ? ശരി. ഇതൊന്ന് പിടിച്ചേ. ഒരു കാര്യം ചെയ്യണം. ഇവിടെ ഇരിക്കുന്ന